പേടിയില്ല 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 പേടിയില്ല. ഹായ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ അടുത്ത ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ രാവിലെ തന്നെ ആണെങ്കിൽ ഞാൻ വൊമിറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പൂവമ്പഴവും അതിനകത്ത് ബട്ടറും ചേർത്ത് കഴിക്കുവാണ്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കഴിക്കുമ്പം എനിക്ക് വൊമിറ്റിങ് അധികം വരാറില്ല ഇത് കഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ച് വെച്ച് ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് കഴിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് ഇഡലി സാമ്പാറുമാണ്. അമ്മ മുമ്പത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പോകും. അതിന് മുമ്പ് നമുക്ക് ഇഡലി സാമ്പാറും ഒക്കെ അമ്മ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് അമ്മ പോയത്. അപ്പോൾ നമ്മൾ ആ പൂവമ്പഴമൊക്കെ കഴിച്ചതിന് ശേഷം ആണ് ഇഡലി സാമ്പാറും കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വോമിറ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമേ. അപ്പം ഇതും കഴിഞ്ഞ് അമ്മ നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുമായിരുന്നു. ഈ സമയത്ത് റൂബി ആണെങ്കിൽ എൻ്റെ അടുത്ത് നിന്നൊക്കെ നിൽപ്പുണ്ട്. കാരണം അവൾക്ക് ഇതിൻ്റെ മണം വന്നിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുതിയ പുതിയ ഫുഡ് കഴിക്കാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവളുടെ ആഹാരമൊന്നും അവൾക്ക് വേണ്ട, അവൾക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ മതി. അപ്പോൾ അടുത്ത ആൾ വന്ന് നിൽപ്പുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് 2 ഇഡലി വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടപ്പോഴത്തേക്കും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് മാവിൽ ഉപ്പ് ചേർക്കാതെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നേരത്തെ റെഡിയാക്കി, അതായത് ഉപ്പ് ചേർക്കാതെ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 2 എണ്ണം. അപ്പോൾ അതാണ് ഞാനാണെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ വിശന്ന് വരുമ്പോഴത്തേക്കും ഇത് വന്നെടുത്ത് കഴിച്ചോളും. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. ചോറും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ. അപ്പം ദേവയ്ക്കാണെങ്കിൽ ഇഷ്ടം നമ്മുടെ ദോശയാണ്. ദോശയും സാമ്പാറുമാണ് ദേവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. അതുകൊണ്ട് തന്നെ ദോശയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി, അവൾക്ക് ദോശയും ചമ്മന്തിയാണ് ഇഷ്ടം. അതും അവൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ദേവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ദോശയും ചമ്മന്തിയും. അപ്പോൾ ഇവിടെ ഇഡലി മാവ് അരച്ച് കഴിഞ്ഞാൽ ദോശയും ഇഡലിയും ഉണ്ടാക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും രാവിലെ തന്നെ അവൾ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നും കഴിക്കത്തില്ല എന്നും പറഞ്ഞിരിക്കുന്ന ഇരിപ്പായിരുന്നു. പക്ഷേ ദോശയും ചമ്മന്തിയും കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ഇഷ്ടപ്പെട്ടു. ആൾ ഓടിപ്പോയി പല്ലൊക്കെ തേച്ച് വന്നിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഇഷ്ടമാണ്. ഇഡലി ആണെങ്കിലും ഒന്നും കഴിക്കത്തില്ല. ദോശയൊക്കെ ആണെങ്കിലും ഒരു 2-3 എണ്ണമൊക്കെ ഇച്ചിരിച്ചായിട്ട് 2-3 പ്രാവശ്യമായിട്ട് കഴിക്കും. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നീടൊന്ന് അടുക്കളയിലോട്ട് കയറുന്നത്. അപ്പോൾ 12 മണിക്ക് കയറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഇരിപ്പുണ്ട്. കാരണം നമുക്ക് തലേദിവസത്തെയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മീൻ കൂട്ടാനോ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ മീൻ 2 എണ്ണം ഇരിപ്പുണ്ട്. നമ്മുടെ തിരിയാൻ പോലത്തെ ഒരു മീൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ദേവയ്ക്ക് വിശക്കുന്നു എന്നുള്ള വിളി വന്നപ്പോഴാണ് ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത്. അപ്പോൾ ഇത് മീനെടുത്ത് നമുക്ക് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലോട്ട് കയറിയതാണ്. അപ്പോൾ കുക്കറിൽ നമ്മുടെ ചോറൊന്ന് ചൂടാക്കി എടുക്കണം, അത്രേ വേണ്ടൂ. വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കിഴങ്ങെടുത്ത് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ച് കിഴങ്ങും മെഴുക്ക് പുരട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ മീൻ അങ്ങ് എടുക്കുവാണ്. മീൻ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അത് കറി വെക്കണ്ട, വറുക്കാമെന്ന് വിചാരിച്ചു. കാരണം ദേവയ്ക്കിവിടെ വറുത്ത മീനൊക്കെയാണ് ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് ഓരോന്ന് ഫ്രിഡ്ജിൽ നിന്ന് വന്ന് എടുത്ത് കഴിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചോറൊന്ന് വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് എടുത്തിട്ട് നല്ല പൊരിച്ചെടുക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനാണെങ്കിൽ ചതച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. മീൻ വെട്ടി ഇരുന്ന മീനാണ്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ, വറുക്കാൻ വേണ്ടിയിട്ട്.
അപ്പം ഇതിലേക്ക് ഞാനാണെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ മസാലപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് നമുക്കൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ക്ഷീണമൊക്കെ വരാറുണ്ട്. അപ്പോൾ 4ാമത്തെ മാസം തുടങ്ങിയിരിക്കുവാണ്. അപ്പോൾ ആ ക്ഷീണം ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുടിക്കും. ഒരു 10 മിനിറ്റ് ജോലി ചെയ്താൽ എനിക്ക് പിന്നെ അരമണിക്കൂർ റെസ്റ്റ് ആയിരിക്കും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞാനാണെങ്കിൽ മീനൊക്കെ ഒന്ന് വരഞ്ഞ് അതിലേക്ക് മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഇച്ചിരി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മസാലപ്പൊടി ചേർത്തിട്ടില്ല, പക്ഷേ കുരുമുളക് പൊടി ലേശം ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് വരഞ്ഞ് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ പൊടികളും കാര്യങ്ങളും ഒക്കെ ഞാൻ അങ്ങ് എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കും തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി രാവിലെ തന്നെ വെച്ചിരുന്നതാണ്. എല്ലാം വീണ്ടും പാത്രം കഴുകാനായിട്ട് ആക്കിയിട്ടിട്ടുണ്ട് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ വയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്താകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടി ഇട്ട് തേച്ചടച്ച് കഴുകി വൃത്തിയാക്കി വെക്കുമ്പോൾ തന്നെ നമ്മൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണെങ്കിൽ അത്രയും ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ ഞാനാണെങ്കിൽ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് മീനൊക്കെ വറുത്തെടുക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ ഞാൻ അടിച്ച് കളയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെന്ത ചോറാണ്, അതൊന്ന് ചൂടായാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഞാൻ മീനൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനെല്ലാവേ. ആ മീനും കൂടെ അങ്ങോട്ട് വറുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചു. എന്ന് സത്യം പറഞ്ഞാൽ അധികം ജോലിയൊന്നും ഇല്ലായിരുന്നു. ചോറൊന്നും നമുക്ക് വെക്കേണ്ടി വന്നിട്ടില്ല. ചൂടാക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജോലികളൊന്നുമില്ല. ഈ സമയത്ത് ഒരുപാട് ജോലി ചെയ്യാനും ഭയങ്കര മടിയുമാണ്. ആദ്യത്തെ 3 മാസം ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഓക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചാൽ മാത്രം മതി. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ വരും. അപ്പോൾ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കറിയുടെ കൂട്ടത്തിൽ. അപ്പോൾ അതും കൂടെ ഞാൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് എണ്ണയെ ഒഴിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോഴത്തേക്കും വേകാനൊക്കെ ഭയങ്കര താമസമല്ലേ. ഇത് ഞാനാണെങ്കിൽ എണ്ണ ഒഴിച്ച് മൂടി വെച്ച് ഇച്ചിരി ഉപ്പിട്ട് വേവിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ചോറും കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ വറുത്തോ എന്നും പറഞ്ഞ ഒരാൾ വന്ന് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ അതും റെഡിയായി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുടെ. ഭയങ്കര ഇഷ്ടമാണ് ദേവയ്ക്ക് കിഴങ്ങ് മെഴുക്ക് പുരട്ടി. അപ്പോൾ അതും കൂട്ടി നമുക്കിനി ചോറ് കഴിക്കാം. ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ ഇത്. അപ്പോൾ മീൻ ഫ്രൈയും ആയിട്ടുണ്ട്. ഇത് നമ്മുടെ തിരിയാൻ പോലത്തെ വേറൊരു മീനില്ലേ, അതാണ്. ചോറ് കിട്ടേണ്ട താമസം അതും പൊക്കിക്കൊണ്ട് ആൾ പോയിട്ടുണ്ട്. കാരണം വിശന്ന് കലങ്ങി ഇരിക്കുമായിരുന്നു. രാവിലെ ദോശ കഴിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നു ചോറ് കഴിക്കാൻ. ഇനി അത് മീൻ വറുത്തതിൻ്റെ വിശപ്പാണോ എന്ന് എനിക്കറിയത്തില്ല. മീൻ വറുത്തപ്പം നല്ല മണമൊക്കെ വന്നപ്പോൾ ആൾക്ക് വിശപ്പ് കൂടിയതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പച്ചക്കറിയായിട്ട് ആകെ കിഴങ്ങ് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ നല്ല ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കണമെന്നുള്ളതാണ്. എന്നാലും ഇന്നുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ദേവയും കൂടെ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്, കടയിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് നമ്മുടെ റൂബി ആണെങ്കിൽ ഞാൻ കൂട്ടിൽ കയറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളെ ഞാൻ കൂട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഇവൾ സമ്മതിക്കത്തില്ല പോകാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഇവൾ സമ്മതിക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ഗേറ്റിന് വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അവൾ ഗേറ്റിന് വെളിയിലോട്ട് ഇറങ്ങി ഓടും. ആ ഒരു പരുവാണ്. അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ റൂബിനെ അകത്ത് കയറ്റിയിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂബിക്ക് ടാറ്റ കൊടുത്ത് പോയി കടയിൽ നിന്നൊക്കെ വന്നു കേട്ടോ. നേരെ വന്ന് നമ്മൾ ചായയൊക്കെ ഇട്ടു. കുറച്ച് ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും റൂബിനെ ഞാൻ അപ്പം തന്നെ വെളിയിലാക്കി. കാരണം അവൾ സമ്മതിക്കത്തില്ല, അവൾക്കാണെങ്കിൽ കൂട്ടിൽ കിടക്കുന്ന ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഞാൻ അവളെ ഇറക്കി വിട്ട്. അപ്പോഴത്തേക്കും അവളുടെ കുരയൊക്കെ തീർന്നു. അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടി കഴിഞ്ഞ് ഞാൻ റൂബിയെ കാണാതെ വന്നപ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും എന്താ, ആളുടെ ഇവിടെ എല്ലാം കറങ്ങി അടിച്ച് നടക്കുവാണ്. ഭയങ്കര ഓട്ടത്തിലായിരുന്നു. ഇപ്പം എന്തൊക്കെയോ തപ്പിപ്പറക്കുന്നതിൻ്റെ തിരക്കിലാണ് ആളെ.
അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, ഈ സമയത്ത് കഴിക്കണമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ അയണിൻ്റെ ടാബ്ലറ്റ് കഴിക്കുവാണ്. ഇത് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോഴത്തേക്കും നാരങ്ങ വെള്ളത്തിൻ്റെ ഒപ്പമോ ഓറഞ്ച് ജ്യൂസിൻ്റെ ഒപ്പമോ ഒക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പം ഒന്നെങ്കിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ പുളിയുള്ള എന്തെങ്കിലും ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ രാവിലെ നമ്മളിത് കഴിച്ചാൽ മതി. ഇതിപ്പം ഞാൻ ഇട സമയത്തൊക്കെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് വെള്ളത്തിലിട്ടാണ് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേദിവസം ഇട്ട് വെക്കാൻ മറന്നു പോയത് കൊണ്ട് ഇതിപ്പോൾ കഴിക്കുവാണ്. കാരണം അതായത് ഉച്ചയൊക്കെ കഴിഞ്ഞാണ് ഞാനിത് കഴിക്കുന്നത്. ദേവയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അത് വന്നൊക്കെ ഇരുന്ന് കഴിക്കും, എനിക്ക് തരത്തൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.